ആരെയാണ്? അപ്പളേ ഇന്ന് കുറച്ച് മധുരമായാലോ? എനിക്കിന്ന് മധുരം കഴിക്കാനുള്ള ഒരു മൂഡില്ല. അതായത് ക്രേവിങ്സ്, എന്റെ ഭാഷയിൽ കൊതി എന്നൊക്കെ പറയാം. അപ്പൊ അമ്മയോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ്, അതായത് ക്യാരറ്റ് ബർഫി ഒന്ന് കണ്ടിട്ട് വന്നാലോ? വാ. സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് പാൻ ചൂടാക്കിയുമ്പോൾ നെയ്യ് ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. മധുരം കഴിക്കുകയും വേണം, എന്നാൽ പുറത്തു പോകാൻ മടിയാണ് എന്ന സന്ദർഭത്തിൽ നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. കാരണം വീട്ടിൽ ക്യാരറ്റും തേങ്ങയും പഞ്ചസാരയും എപ്പോഴും കാണും. അപ്പോൾ ദേ നമ്മുടെ ക്യാരറ്റ് വെന്ത് കഴിഞ്ഞു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങയിട്ടു, പിന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് ഇവനെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ നെയ്ക്കകത്ത് കിടന്നേ ഇവർ 3 പേരും നന്നായിട്ടൊന്ന് മൂക്കട്ടെ, അല്ല മൂക്കാന്നല്ല, അതായത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം കേട്ടോ. വേണ്ട, ഇതിനകത്ത് ഇടാൻ വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് തിന്നുന്ന കള്ള തിരുമാരി. ഇതിൻ്റെ അകത്തുനിന്ന് ഇവൻ ആവശ്യപ്പെട്ടത് മാത്രമേ പെറുക്കി കഴിക്കത്തുള്ളൂ കേട്ടോ. അതാണ് ഇവൻ്റെ പ്രത്യേകത. ഇനിയിപ്പോളേ നമ്മൾ അതൊരു പരിവ് വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. ഇതിനകത്ത് ക്യാഷ്യൂം കിസ്മിസും എന്തേലുമൊക്കെ മതി. നമ്മൾ ഇച്ചിരി ആഡംബരത്തിന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് വീണ്ടും ഇവന്മാരുടെ കളറങ്ങ് മാറ്റാന്നേ, ചായ മാറ്റണമല്ലോ. അപ്പം നമ്മുടെ ക്യാരറ്റ് ബർഫി സെറ്റ്. ഇനി നമ്മളൊരു ബൗളെടുത്ത് ബൗളിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് നെയ്യ് നന്നായിട്ടങ്ങ് തടവി ഈ ക്യാരറ്റ് ബർഫി എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് തട്ടിപ്പൊത്തി നന്നായിട്ട് അമക്കി അങ്ങ് വെച്ചോ. 10-15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് നമ്മുടെ ക്യാരറ്റ് ബർഫി സെറ്റ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മുറിച്ച് നമുക്കൊരു എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഒരു കുഴപ്പമില്ലാതെ ഫ്രിഡ്ജിനകത്ത് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ക്രേവിങ്സ് തോന്നുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കി കഴിക്കാന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്.